അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരന് UDF പിന്തുണ പ്രഖ്യാപിച്ചു. അമ്പലപ്പുഴയിൽ UDF സ്ഥാനാർത്ഥിയെ നിർത്തില്ല. പകരം സുധാകരൻ UDF പിന്തുണയോടെ മത്സരിക്കും. H. സലാമാണ് അമ്പലപ്പുഴയിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി. പാർട്ടിയിലെ ചിലരുടെ ഭാഗത്തു നിന്നുണ്ടായ അപമാനകരവും വിഷമകരവുമായ പെരുമാറ്റമാണ് മത്സരമെന്ന തീരുമാനത്തിലേക്ക് സുധാകരനെ എത്തിച്ചത്. അമ്പലപ്പുഴയിൽ സുധാകരൻ സ്വതന്ത്രനായി മത്സരിക്കുന്നത് LDF-നും CPM-നും തിരിച്ചടിയും ക്ഷീണവുമാണ്. സുധാകരൻ CPM വിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നുവെങ്കിലും അമ്പലപ്പുഴയിലെ പിന്തുണയെക്കുറിച്ച് UDF പ്രഖ്യാപിച്ചിരുന്നില്ല. സുധാകരനുള്ള പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിലാണ് UDF നേതാക്കൾക്കിടയിൽ ചർച്ച പോലുമായത്. നേതാക്കൾ സുധാകരനുമായും ചർച്ച നടത്തി. സുധാകരനും പിന്തുണ സ്വീകരിക്കാൻ തയ്യാറായി. ഇതോടെയാണ് അമ്പലപ്പുഴയിലെ പിന്തുണ പരസ്യമായത്. എന്നാൽ അമ്പലപ്പുഴയിൽ സുധാകരനെതിരെ വ്യാപകമായ വിമർശനമാണ് CPM അഴിച്ചുവിടുന്നത്. ഏത് രീതിയിലും പ്രതിരോധിക്കാനാണ് CPM-ന്റെ ശ്രമം. സ്വതന്ത്രനായ തന്നെ നേരിടാൻ ഇത്ര വലിയ കോലാഹലം ആവശ്യമുണ്ടോ എന്ന ചോദ്യം ജി സുധാകരൻ ഇന്നലെ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു. സ്വതന്ത്ര സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച സുധാകരനെതിരെ CPM അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ പ്രകടനത്തെയും രാഷ്ട്രീയ വിശദീകരണ യോഗത്തെയും കുറിച്ച് എഴുതിയ കുറിപ്പിലാണ് സുധാകരൻ വിമർശനം ഉന്നയിച്ചത്. 1/2 കിലോമീറ്റർ പ്രകടനത്തിലും തുടർന്ന് നടന്ന പൊതുയോഗത്തിലും അക്രമാസക്തമായ ഭീഷണികളാണ് സുധാകരനെതിരെ മുഴങ്ങിയത്. സംഘാടകരുടെ എതിരാളികൾ 700 പേർ പങ്കെടുത്തുവെന്നും അനുകൂലികൾ 2000 പേർ വരെ ഉണ്ടായിരുന്നുവെന്നും പ്രചരിപ്പിച്ചു. യഥാർത്ഥത്തിൽ 1200 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിലെ പാർട്ടി അംഗങ്ങളിൽ പകുതി പോലും പങ്കെടുത്തില്ല. പൊതുജനങ്ങൾ എത്ര പേർ പങ്കെടുത്തു? 5000 പേരുടെ പ്രകടനമെന്നാണ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. തന്നെ നേരിടാൻ ഇത്ര വലിയ കോലാഹലം ആവശ്യമുണ്ടോ? ജില്ലാ സെക്രട്ടറി R. നാസർ കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യം KSUക്കാരനായിരുന്നു. ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് SFI ആയത്. ആ നാസറാണ് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് സുധാകരൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പരിഹസിച്ചു.